എന്താ അറിയാ? എന്താ ഇവിടെ ബഹളം? വിനയ്, ഞാൻ കുറച്ചു നേരമായി ഒരു കോഫിക്ക് വേണ്ടി ചോദിക്കുന്നു. ഇവളിത് ഇപ്പോഴെനിക്ക് കൊണ്ടുതന്നത്. എന്താടി റിയ ഒരു കോഫി ചോദിച്ചാൽ അത് നിനക്ക് സമയത്ത് ഉണ്ടായി കൊടുക്കാൻ പറ്റില്ലേ? ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞേക്കാം. റിയ എപ്പോ എന്ത് ചോദിച്ചാലും നീ അത് അപ്പോ തന്നെ ചെയ്തു കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ മുഖം പിടിച്ച് ഞാൻ ചൊവ്വലുരയ്ക്കും. കേട്ടോടി? വിനയ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തോളാം. റിയയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഭയം ഇരിക്കണം അല്ലേ റിയ? കൊള്ളാം, കോഫി നന്നായിട്ടുണ്ട്. വാ വിനയ്, നമുക്ക് പോവാം. അവളെന്താ വൊമിറ്റ് ചെയ്യാത്തത്? ഞാൻ ആ കോഫിയിൽ കലർത്തിയിരിക്കുന്ന മരുന്ന് കഴിച്ച അവൾ ഇതിനകം ഛർദിക്കേണ്ടതാണല്ലോ. ഇതുവരെ അവക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഗാർഗി, നീ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നേ? അത് പിന്നെ ഞാൻ ആലോചനയില്ലാതെ വെറുതെ ഓരോരോ ബുദ്ധിമോശം കാണിക്കല്ലേ ഗാർഗി. നീ വിഷം ചേർത്ത കോഫി അവള് കുടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അവളിവിടെ ചോര ഛർദിച്ച് മരിക്കില്ലേ? അതിന്റെ പേരില് നിനക്ക് ജയിലിൽ പോയേണ്ടി വരില്ലേ? ഗാർഗി, നീ എന്തോ ഒന്നും മിണ്ടാ നിൽക്കുന്ന? നിന്നോട് ഇങ്ങനെ സംസാരിക്കുവല്ല വേണ്ടത്, അല്ല തല്ല വെച്ച് തരണ്ടേ. മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഭ്രാന്ത് കൂടി കൂടി വരും. ഗാർഗി, സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ വശീകരിച്ചെടുത്താ അത് സഹിക്കാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. അത് ശരി തന്നെയാ. സ്വാഭാവികമായും ആ സ്ത്രീയെ കൊല്ലാനുള്ള പകയും വാശിയൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേ അത് തീർക്കുന്നതിനുള്ള വഴി കൊലപാതകമൊന്നുമല്ല, അത് വിഡ്ഢിത്തരമാണ്. മാത്രമല്ല മഹാപാപവുമാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും എല്ലാം നീ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല ഗാർഗി. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റിയയും വിനയും തമ്മിലുള്ള ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ഒത്താശകളും നൽകി അവൾക്ക് പാദസേവയും ചെയ്ത് മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടും എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഉള്ളിലൊതുക്കി ഞാനിവിടെ കഴിയണോന്ന് അതാണോ നീ പറഞ്ഞു വരുന്നതിന്റെ സാരം? എന്ന് ഞാൻ പറയില്ല. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരു നെരിപ്പോട് പോലെ ഒതുങ്ങി കഴിയേണ്ടവളല്ല സ്ത്രീ. പ്രതികരിക്കേണ്ടടുത്ത് അവൾ തീർച്ചയായും പ്രതികരിക്കണം. നേടേണ്ടത് അവൾ നേടിയെടുക്കണം. വിനയെ
നീ ഒരിക്കലും റിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. പറയാൻ എളുപ്പം, പക്ഷെ വിനയ് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതം നശിച്ചു പാർവതി. എനിക്കത് നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും ആ റിയയ്ക്ക് കിട്ടരുത്. അത് മാത്രം ഇപ്പൊ എന്റെ ചിന്ത. വിനയ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാ നിന്റെ ഈ നിരാശയും പ്രയാസവും ഒക്കെ മാറുമല്ലോ. വിനയ് വരും. അവൻ ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിഞ്ഞ് വിനയ് നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷെ അതിനുവേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കണം. വിനയ് തിരികെ വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി എത്ര നാളെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഇത് വാക്കാണല്ലോ. വാക്ക്. എങ്കിൽ ഭാഗ്യകാര്യം ഞാൻ ഏറ്റു. പക്ഷെ റിയ, അവള് എന്റെ മുമ്പിൽ അഹങ്കരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല പാർവതി. അവളോട് നിനക്കുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ കൊമ്പൊടിക്കണം. ആദ്യം അത് നടക്കണം. എങ്കിലേ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടാവും. വഴിയുണ്ട്. എന്ത് വഴി? പല്ലവി, എന്തുപറ്റി? നിന്റെ മുഖം വല്ലാണ്ടിരിക്കുകയാണല്ലോ. നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ട്. താനെന്താ സങ്കടപ്പെട്ടിരിക്കുകയാണോ, അതോ എന്നോടുള്ള ദേഷ്യം വല്ലതാണോ? സാറിനോട് ഞാൻ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? അതിന് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെന്താ തന്റെ മുഖം ആടിയിരിക്കുന്ന? ഞാനത് പറഞ്ഞിട്ട് എന്തിനാ? താൻ പറയേ, ഞാൻ കേക്കട്ടെ. അല്ല, തന്നെ ഇവിടെ ആരെങ്കിലും വഴക്കു പറഞ്ഞോ? ഇല്ല. കാര്യം എന്താന്ന് തുറന്നു പറയാതെ തന്റെ മനസ്സിലിരിപ്പ് ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ എന്റെ നിർഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നിയത്? ഇപ്പോ എന്ത് നിർഭാഗ്യം ഉണ്ടായത്? അറിയാലോ, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവളാ എന്റെ ചേച്ചി. അവളുടെ യോഗം നോക്കിക്കേ. അവള് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ ആയി. ഈയിടെ കുറച്ചു ദിവസം ഓഫീസിൽ പോകാതിരുന്ന അവള് ഇപ്പൊ ഓഫീസിൽ പോകാനും തുടങ്ങി. എന്റെ അവസ്ഥയോ, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അവളെ പോലെ അല്ല ഞാൻ. എന്നിട്ടും എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒന്നും ആവാൻ പറ്റുന്നില്ല. അവിടുത്തെ സാധാരണ ഓഫീസ് സ്റ്റാഫ് പോലും അല്ല ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു നിർഭാഗ്യവതിയാണെന്ന്. എനിക്ക് എന്റെ വിധി ഓർക്കുമ്പോ സങ്കടം തോന്നുക. അവളോട് എനിക്ക് ദേഷ്യം അസൂയം തോന്നുക. പല്ലവി, പാർവതി നിന്റെ ചേച്ചിയല്ലേ? ചേച്ചിയോട് അസൂയ തോന്നാൻ പാടുണ്ടോ? പാർവതിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവള് ബുദ്ധിശാലിയാ. പോരാത്തതിന് പാർവതിയുടെ പെരുമാറ്റവും സ്വഭാവവും, പിന്നെ ഡെഫിനറ്റ്ലി നീ പറഞ്ഞതുപോലെ ഭാഗ്യവും. ഇതൊക്കെ പാർവതിയെ ആ ചെയർപേഴ്സന്റെ കസേരയെ കൊണ്ടിരുത്തിയത്. താനും ഭാഗ്യവതിക്കാണോ? തന്റെ ഭാഗ്യവും തെളിയും. അതിന് പാർവതിയോട് ഇങ്ങനെ അസൂയപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. പാർവതിയെ മാതൃകയാക്കി പ്രവർത്തിക്കണം. അപ്പോ ഭാഗ്യത്തിന്റെ വാതിലുകൾ തന്നെ തുറക്കും. പാർവതിയെ പോലെ തനിക്കും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാം. അതിന് ഞാൻ സപ്പോർട്ടുണ്ടാവും. ആണോ വിപിൻ സാറേ? എനിക്കും ഭാഗ്യം ഉണ്ടാവോ? ചേച്ചിയെ പോലെ എനിക്കും ഉയർന്ന സ്ഥാനത്തൊക്കെ എത്താനാവോ? തീർച്ചയായും സാധിക്കും. താനിപ്പോ തന്റെ ഈ ദേഷ്യ അസൂയൊക്കെ പൂട്ടിക്കെട്ടി വെച്ച് ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്ത് രാവിലെ ഓഫീസിലേക്ക് പറഞ്ഞേക്ക്.
പോകാം സർ. അച്ഛാ, പോയിട്ട് വാ മോളെ. ഗായത്രി എങ്ങനെയാണോ നമ്മുടെ ബിസിനസ് നോക്കി നടത്തിയിരുന്നത് അതുപോലെ മോളും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും. വിശാൽ സാറ് എന്നെ ഈ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുത്തിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വിശാൽ സാർ എന്നെ അക്ഷരമാല മുതൽ ബിസിനസ് മാനേജ്മെന്റ് വരെ പഠിപ്പിച്ചു. സോ ഐ ഡോണ്ട് ഹാവ് എനി അക്കാഡമിക് ഡിഗ്രീസ്, but I know how to manage our business. I have faith in my ability to run our business. എൻ്റെ കടമ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും. അതിൽ നിന്നും ഒരിക്കലും ഞാൻ പിന്മാറില്ല, ഒരു വീഴ്ചയും വരുത്തില്ല. ഇത് എൻ്റെ നിയോഗം, ദേവമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അത് ഞാൻ നല്ല ഭംഗിയായിട്ട് നിറവേറ്റിയിരിക്കും. അമിത ആത്മവിശ്വാസം ആപത്താണ്. നിലം കുതിക്കുമ്പോൾ നായ്ക്കൾ ഊരിയിടും എന്ന് കരുതി നിലാവ് അസ്തമിക്കില്ല. ഇത് നിലാവല്ല, കത്തുന്ന സൂര്യനാണ്. കരിമ്പടങ്ങുമ്പോ തിളയ്ക്കാൻ ശ്രമിക്കരുത്, കത്തിച്ചാരാവും. പോയിട്ട് വരാമേ. പാർവതി, നീ ഓഫീസിലേക്ക് ചെല്ല്. അവിടെ നിനക്ക് വേണ്ടി ചില സർപ്രൈസുകൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹലോ റിയ, പറയൂ. നിങ്ങൾ എന്നെ കൃത്യമായ സ്ഥലത്തേക്ക് തന്നെ അയച്ചിരിക്കുന്നേ. എന്താ റിയ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവിടെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരാളൊഴികെ, ആ പാർവതിയെ. അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ കുറെ ബുദ്ധിമുട്ടും. നീ ബുദ്ധിശാലിയല്ലേ റിയ? ഏത് വമ്പൻ സ്രാവിനെ ചൂണ്ടയിൽ കൊളുത്താൻ കഴിവുള്ളവൾ. ആ നിനക്കാണ് പാർവതിയെ കീഴ്പ്പെടുത്താൻ പ്രയാസം. നിനക്കതിന് സാധിക്കും.
ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിനക്ക് ഭംഗിയായി നിറവേറ്റാനാവും. അത് നീ ഫിനിഷ് ചെയ്താൽ നീ വിചാരിക്കാത്തൊരു തുക നിന്റെ കയ്യിൽ വന്ന് ചേരും. സോ എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് മടങ്ങാൻ നോക്ക്. പിന്നെ നീ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താ അത്? ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഇതിൽ നമ്മൾ വിജയിച്ചിരിക്കും. ശരി. അല്ല, എന്താ എല്ലാരും കൂടി ഇവിടെ? കുറേ നാളുകൾക്ക് ശേഷമല്ലേ മാഡം ഓഫീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് ചെറിയൊരു സ്വീകരണം. ഓ ആയിക്കോട്ടെ, കൊടുത്തോളൂ. താങ്ക് യു. വരും. ഇപ്പൊ എല്ലാവർക്കും പാർവതി മതി. അവളെ സ്വീകരിച്ച് ആനയിക്കാനാണല്ലോ തിക്കും തിരക്കും. എന്നെ ആർക്കും വേണ്ട. ഇത് വെച്ച് പുലർത്താൻ പാടില്ല. ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഹരീഷ്, ഈ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ലല്ലോ. ചില മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ ഇതില്. അല്ല, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാൻ വെരിഫൈ ചെയ്തതാണ് മാഡം. എന്താ പാർവതി, എന്തുപറ്റി? ഇതില് ഓഫീസ് മെയിൻ്റനൻസിന് 2,24,00,000 രൂപ ചെലവായി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടെ അത് നടത്തിയത്? എന്ത് മെയിൻ്റനൻസാ ചെയ്തത്? ഞാൻ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒരു പരിഷ്കാരവും നടത്തിയതായിട്ട് കാണുന്നുമില്ല. ഹരീഷ്, എനിക്കിതിന്റെ വിശദമായ കണക്കുകൾ കാണണം. ഇനി ഇതുപോലുള്ള ചെലവുകൾ ചെയ്താൽ അതിന്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കൂടി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവണം. മാഡം, ഇതെല്ലാം പ്രഭാവതി മാഡത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. സോ ഇതിൽ തെറ്റുണ്ടാവാൻ വഴിയില്ല. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്, ഇതെല്ലാം ആരുടെ മേൽനോട്ടത്തിൽ നടന്നാലും ശരി, എനിക്ക് വ്യക്തമായ കണക്കുകൾ വേണം. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ വിശദമായ സ്റ്റേറ്റ്മെന്റ്സ് എന്റെ മുമ്പിൽ എത്തിയിരിക്കണം. യെസ് മാഡം. ഞാനിത് നോക്കി നടത്തിയെന്നേ ഉള്ളൂ. ഒടുവില് പഴി മുഴുവൻ എന്റെ തലയെ ചുമത്തിയേക്കരുത്. ഞാനതിന് അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പേര് വെറുതെ ഇതിൽ വലിച്ചഴിക്കണ്ട. അമ്മയുടെ കണ്ണു വെട്ടിച്ച് മറ്റാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും. എന്ത് തന്നെ ആയാലും
പണം പാഴാക്കാൻ പാടില്ല. എന്റെ കണ്ണ് വെട്ടിച്ച് അത് തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കേയില്ല. ഹരീഷ്, ഞാൻ പറഞ്ഞത് ചെയ്യും. ആ ശരി മാഡം. കുറെ നാളുകൾക്ക് ശേഷം ഇവളിവിടെ വന്നത് എന്റെ കണ്ണി വെളിച്ചത്താക്കാനാണോ? ഹലോ ശ്യാമേ, പെട്ടെന്ന് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വന്നേ.